പാർട്ടി മാറിയതിൽ പിന്നാലെ, രാഷ്ട്രീയം മാറിയതിൽ പിന്നാലെ സന്ദീപ് വാര്യറിനെതിരെ പഴയ പാർട്ടിക്കാർ നിരന്തരമായിട്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹത്തിനോട് ഈ വെറുപ്പ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയം മാറാനും പാർട്ടി മാറാനും ഒക്കെ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരാളെ എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താം, അതും കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ നാണം കെടുത്താമെന്ന ഉദ്ദേശത്തിൽ പല ഗ്രൂപ്പുകളിലും വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അത് ഒരു വ്യക്തിക്കും വരാൻ പാടില്ല, ഏത് രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. എന്താണ് സന്ദീപ് വാര്യറിനെതിരെ എന്ത് കള്ള കഥകളാണ് പല ഗ്രൂപ്പുകളിലും, പ്രത്യേകിച്ചും സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം, അതായത് ഒരു പൊളിറ്റിക്സ് വിട്ട് മറ്റൊരു പൊളിറ്റിക്സിലേക്ക് പോകുന്ന ആൾക്കെതിരായിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണ് അത്? രാഷ്ട്രീയമായിരിക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്ത് വരുന്ന വിമർശനങ്ങൾ രാഷ്ട്രീയപരമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ സന്ദീപ് വാര്യർക്കെതിരെ നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി നിങ്ങൾ വിമർശിച്ചോളൂ, ആശയപരമായി നിങ്ങൾ നേരിട്ടോളൂ. അതിന് മറുപടി പറയാനുള്ള എല്ലാ അവകാശങ്ങളും സന്ദീപ് വാര്യർക്കുണ്ട്, അദ്ദേഹം അത് ചെയ്യുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ പറയേണ്ടി വന്നത്, നമുക്ക് ഇത്ര ഒരു ചർച്ചയ്ക്ക് തന്നെ ഇരിക്കേണ്ടി വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടി മാറിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വരെ പല കള്ളപ്രചരണങ്ങളിലേക്കും വലിച്ചിടുന്നു എന്നുള്ളതാണ്. ഇത് ഏതർത്ഥത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാര്യം ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് യാതൊരു തരത്തിലും സംഭവിക്കരുതാത്ത സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗൗതം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അത് വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്താണ് സംഭവം? ഒരു തെക്കിൻ്റെ കാവിപ്പട എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് BJP-യുമായി സംഘപരിവാറുമായൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, എനിക്കറിയാം അവരെ. പക്ഷേ ഞാൻ പറയുന്നത്, അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിലൊരു സന്ദീപ് വാര്യർക്കെതിരെ ഒരു അപവാദ പ്രചരണം നടന്നത്. അപവാദ പ്രചരണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ സന്ദീപ് വാര്യരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്തൊരു സെൽഫി, ആ സെൽഫി ഈ ഗ്രൂപ്പിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയാണ്. പോസ്റ്റ് ചെയ്തിട്ട് സന്ദീപ് വാര്യർക്ക് ഒരു പെണ്ണ് കേസുമായി, അതൊരു സ്ത്രീ ആരോപണം, അതായത് പെൺവിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിൽ സന്ദീപ് വാര്യർ പെട്ടുവെന്നും അങ്ങനെ സന്ദീപ് വാര്യർക്ക് അടി കിട്ടിയെന്നും തല്ല് കിട്ടിയെന്നും അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ പോസ്റ്റ് കാണുന്ന ഒരാൾ, പല ആളുകളും ധരിക്കുക ഇതാണ് ആ പെണ്ണ്, ഇതാണ് സൂചിപ്പിച്ച ആ പെണ്ണ് ഇതാണെന്ന് പലരും ധരിക്കും. അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയാണ്. അതെ, അതായത് ഈ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അദ്ദേഹത്തിന്റെ ഭാര്യയെയോ ഒന്നും അറിയാത്ത ആളുകൾ സ്വാഭാവികമായി വിചാരിക്കുക ഈ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇതിലെ കഥാപാത്രമാണ് ഇത് എന്നല്ലേ കരുതുക. ഇത് അങ്ങേയറ്റം നെറുകേടാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇത്തരത്തിലൊരു സംഭവം ഏതെങ്കിലും തരത്തിലുള്ളൊരു പെണ്ണ് കേസോ സംഭവങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പ്രചാരണങ്ങൾ നടത്തുക. ആ പ്രചാരണത്തിൽ സന്ദീപ് വാര്യർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തുവിടൂ, അതായത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവുകൾ പുറത്തുവിടൂ. ഒരാൾക്കെതിരെ ഒരു ആരോപണം, ഞാൻ ഇപ്പോൾ ഗൗതമനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്, അതിൽ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ലാതെ ഞാൻ ഗൗതമനെതിരെ ആരോപണം ഉന്നയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നിൽക്കില്ല. പക്ഷേ സന്ദീപ് വാര്യർക്കെതിരെ തെളിവുകൾ കൊടുക്കാതെ ആണ് ഇത്തരത്തിലുള്ള ആരോപണമുള്ളത്. ഈ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ ഒരു മുൻ ജില്ലാ സെക്രട്ടറി, എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ഫോൺ വിളിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. വീഡിയോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് വിടൂ എന്ന് പറയുന്നുണ്ട്. പുറത്ത് വിടാൻ തയ്യാറല്ല. വീഡിയോ കയ്യിലുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്, പുറത്ത് വിടാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട്. ഏതൊരു സിനിമയിൽ ശങ്കരാടി പോലെ അതാണ്, ഇതാണ് ആ രേഖ, കൈ ഇതാണ്, ഈ രേഖയാണ് വിയറ്റ്നാം കോളനി ശങ്കരാടി പറഞ്ഞ അതേ രേഖയാണ്, അതല്ലാതെ വേറൊരു രേഖയുമില്ല. ഈ പറയുന്നത് പോലെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ അന്നത്തെ ദിവസം ഈ പറയുന്ന യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്താണ് ഇത് അറിഞ്ഞത്, ഏത് സമയത്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവമൊന്നും അല്ല സംഭവിച്ചത്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഏതൊരു വിഷയത്തിൽ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യന് എന്തോ ഉണ്ടായെന്നാണ് അതിൽ പറയുന്നത്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, അതിൽ യഥാർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വസ്തുതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒന്ന്, ഇത് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വസ്തുതയുണ്ടോ ഇല്ലയോ നമ്മളറിയുക? ഒന്നാമത്. രണ്ടാമത്, അതാണ് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സംഭവം നടന്നു എന്ന് അന്ന് ഒരു ചർച്ച നടന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്.
നിങ്ങൾക്ക് ഏത് സമയത്താണ് ഇത് കിട്ടിയത്, നിങ്ങൾ ഏത് വർഷമാണ്, ഡേറ്റൊക്കെ പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്ന സമയമോ ഡേറ്റോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ പറ്റി ഒരു ചർച്ച നടന്നത് പോലും. അതായത് ഒരു ചർച്ച നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ഇദ്ദേഹം പറയുന്ന ഡേറ്റോ സമയമോ ഒന്നും ആയിരുന്നില്ല എന്നതാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത വോയിസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പം രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പുറത്ത് വിടേണ്ട ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്ത് വിട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. അത്തരത്തിൽ ഒരു തെളിവില്ല. ഒരു വായുവിൽ ഒരു ആരോപണം ഉണ്ടാകുന്നു, ആ ആരോപണം ഒരു പാർട്ടി മാറിയതിൻ്റെ പുറത്ത് മാത്രം ഒരാൾക്കെതിരെ പ്രയോഗിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്തുകൊണ്ടാണ് ഇവരിതിലേക്ക് വലിച്ചിട്ടത്? എന്ത് കാരണത്തിൽ ഇദ്ദേഹം ഈ വലിച്ചിട്ടു? അവരെന്ത് ചെയ്തു? അവരെന്ത് തെറ്റാണ് ചെയ്തത്? അതായത് അദ്ദേഹത്തിന് മക്കളുണ്ടായി, കുട്ടികളുണ്ട്, അവരുടെ അമ്മയാണ്. ഈ പറയുന്ന ഇവർക്ക് എത്രമാത്രം മാനസിക വിഷമം ഉണ്ടാവും? യാതൊരു വിധത്തിലും ആളുകൾ കണ്ടാൽ തെറ്റിദ്ധരിക്കാവുന്ന രീതിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, ആ എന്നിട്ട് അതിലേക്ക് ഈ കഥാപാത്രമാണ് ഇത് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുക. അങ്ങനെ പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ കൊണ്ട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്? സന്ദീപ് വാര്യരോട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം രാഷ്ട്രീയപരമായി ചേരി മാറിയതിനെ അല്ല ഞാൻ വിമർശിച്ചത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന BJP-ക്കാർക്ക് വേണമെങ്കിൽ ഈ തമ്മിലുള്ള ആശയപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൂടെ? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയത്തിലേക്ക് ചെന്ന് കയറിക്കൊണ്ട് ഒരു തെളിവുമില്ലാതെ അദ്ദേഹത്തെ ഇങ്ങനെ ഇപ്പോൾ പറയുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് ഈ തെളിവുണ്ട്, എന്താ തെളിവ്? ഇതാണ് തെളിവ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യങ്ങളും ഒന്നിനും ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിലൊരു കാര്യം പ്രചരിപ്പിച്ച് ഈ സന്ദീപ് വാര്യർ എങ്ങനെ നാണം കെടുത്താമെന്നാണ് സൈബർ ഗ്രൂപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് തന്നെ വിനയാണ്. ഒന്ന്, കാരണം പൊതുസമൂഹം ഇത് കാണുന്നുണ്ട്. ഇങ്ങനെയൊന്നും വേട്ടയാടപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട പൊളിറ്റിക്സ് കളിക്കുകയോ ചെയ്യേണ്ടതല്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ഉമ്മൻചാണ്ടി എങ്ങനെ വേട്ടയാടപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ എന്തായി? ഇപ്പോൾ അതിനെല്ലാം വാർത്തകൾ വന്നു. ആളുകൾ തീർത്ത് അദ്ദേഹത്തോട് ഏത് രീതിയിലാണ് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആളുകൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടത് എന്ന് നമുക്കറിയാമല്ലോ. മാധ്യമങ്ങളൊന്നും ഇപ്പം മിണ്ടുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറയുന്ന ആളോട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ രാഷ്ട്രീയപരമായി തീർക്കൂ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അവരുടെ പൊളിറ്റിക്സിന് തന്നെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഒന്ന്. ഈ രണ്ടാമത്തെ കാര്യം, ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകളുണ്ടായി. ആ ചർച്ചകളിൽ ഒന്നാണ് ഈ പറയുന്ന സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് BJP വിട്ടത്? സന്ദീപ് വാര്യർ ഒരു സാധാരണ അതായത് സന്ദീപ് വാര്യർക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ചെയ്തിരുന്ന, സന്ദീപ് വാര്യർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഏതെങ്കിലും ഒരു നേതാവ്, BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവ്, എല്ലാ പ്രവർത്തകർ വന്ന് പറയുമ്പോഴും ഏത് നിമിഷവും ഒരാൾക്ക് അവൈലബിൾ ആകുന്ന ഒരു നേതാവ് വേറെ ആരായിരുന്നു BJP-യിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഈ പല പ്രവർത്തകന്മാരും പോലീസിൻ്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു, പല കേസുകളുണ്ടായിരുന്നു. ആ കേസുകളുള്ള സമയത്തൊക്കെ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ വീട് ഈ പറയുന്ന പ്രവർത്തകർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തു, വക്കീലന്മാരെ ഏർപ്പാടാക്കി കൊടുത്തു, കേസ് നടത്താൻ വേണ്ടി സഹായിച്ചു. ഈ പറയുന്ന പല ആളുകൾക്കും പേഴ്സണലായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ഈ പറയുന്ന ആശുപത്രി കേസുകളിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഞാനൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഒരു വിഷയമായി ബന്ധപ്പെട്ട ഒരാൾ എന്നെ കണ്ട സമയത്ത് അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാം സന്ദീപ് വാര്യരെ വിളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് BJP-യിൽ നല്ല നേതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ചയ്ക്ക് വന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിന് ചില സ്വാധീനങ്ങളും ഉണ്ടായി തുടങ്ങി. മറ്റ് പല നേതാക്കളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ വന്നില്ലെങ്കിലും CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ തന്നെ കാണാൻ വന്നുവെന്നും ആ ബഹുമാനം അവർ പോലും കാണിക്കുമ്പോൾ എന്തുകൊണ്ട് കൃഷ്ണകുമാർ കാണിച്ചില്ല എന്നുള്ളതായിരുന്നല്ലോ പാർട്ടി വിട്ടുപോകാൻ കാരണങ്ങളിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചത്. അതായത് സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ അമ്മ മരിക്കുമ്പോൾ എതിർ പാർട്ടിയിലുള്ള ആളുകളും മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും പോവില്ലേ? നമ്മളത് പാർട്ടി നോക്കിയിട്ടാണോ പോവുക? അല്ലല്ലോ. പക്ഷേ ഈ കൃഷ്ണകുമാറൊന്നും അന്ന് പോയില്ല. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇദ്ദേഹം സ്ഥലത്ത് വന്നതിന് ശേഷം പോയോ? വിളിച്ചിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത്. വിളിച്ചിട്ട് പോലും. അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ നമുക്കറിയാം എത്രമാത്രം ഇവരോടൊക്കെ ശത്രുതയുണ്ട് എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ സന്ദീപിനെതിരെ ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ചാനൽ ചർച്ചകളിൽ മാത്രം വന്നിരുന്നു കൊണ്ട് താരമാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്, ഇത് ഞാൻ പറയുന്നില്ല, ഇത് അതിൽ നിന്നുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ്.
അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സന്ദീപിൻ്റെ ഭാഗത്തു നിന്നില്ല. വെറുതെ നാവിട്ടലക്കിയിട്ട് ആളാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് സന്ദീപ് എന്നൊരു വിമർശനമാണ്. മീഡിയ മലയാളത്തിൽ നമ്മൾ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയപരമായി അദ്ദേഹം പോയ സമയത്ത് ആ രാഷ്ട്രീയ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ട് അദ്ദേഹം പോയതിനെതിരെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, അതായത് അദ്ദേഹം പോയതിനെതിരെയല്ല, അദ്ദേഹം എടുത്ത ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വാർത്തകൾ മീഡിയ മലയാളത്തിലും ABC മലയാളത്തിലും വന്നിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ഇവിടുത്തെ നമ്മുടെ പല മറ്റവതാരകന്മാരും അവരുടെ അഭിപ്രായം അനുസരിച്ച് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് സന്ദീപ് വാര്യർക്കെതിരായിക്കൊണ്ട്. ഒരു തരത്തിലുള്ള സംരക്ഷണവും അദ്ദേഹത്തിന് ആ സമയത്ത് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ പോലും ഇത് പറയേണ്ടി വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി, അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറി ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണത്തെ പറ്റി പറയുകയും തെളിവ് നിങ്ങൾ പുറത്തുവിടുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, കയ്യിലുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രവണത ഇവിടെ വരികയും അതിനെതിരെയുമാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തത് ഇത് സന്ദീപിനെതിരെ വന്നതുകൊണ്ട് മാത്രമല്ല, ഇത് ഷാഫി പറമ്പിലിനെതിരെ വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നാലും ED സതീഷിനെതിരെ വന്നാലും നമ്മൾ ഇതേ രീതിയിൽ പിണറായി വിജയനെതിരെ വന്നാലും ഗോവിന്ദമാഷ്ക്കെതിരെ വന്നാലും ആർക്കെതിരെയും വ്യക്തിപരമായി തെളിവുകളില്ലാത്ത കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. പിന്നെ പറഞ്ഞ ഒരു കാര്യം, ചാനൽ ചർച്ചകളിൽ മാത്രം ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്ര നേരവും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ ആളുകൾ ഇവിടുത്തെ BJPയുടെ പ്രവർത്തകരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും സന്ദീപ് വാര്യർ എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. എത്രയോ അധികം പിന്നെ യുവമോർച്ചയുടെ നേതാക്കന്മാരെ കേസുകൾ നടത്തിയത്, സംരക്ഷിച്ചത് ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹത്തിന് പരിക്ക് പറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് പെണ്ണ് കേസിൽ അടി കിട്ടിയതാണ് എന്നുള്ള നിലയിൽ ഇവർ പ്രചരിപ്പിച്ചു. എന്തായിരുന്നു ആ കേസ്? എന്തായിരുന്നു? ഈ പറയുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കാല് തല്ലിയൊടിച്ചു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ വേദിയിൽ അദ്ദേഹം നടത്തിയ സമരമാണ്, പാർട്ടിക്ക് വേണ്ടി നടത്തിയ സമരം, BJPക്ക് വേണ്ടി നടത്തിയ സമരമാണ്. ആ സമരത്തിൽ അദ്ദേഹത്തിന്റെ കാല് തല്ലിയൊടിച്ച് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഈ പറയുന്ന പെണ്ണ് കേസിൽ തല്ല് കിട്ടിയതാണ് എന്നുള്ള പേരിൽ പ്രചരിപ്പിച്ചു. ആര്? ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ. ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരാളോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പകയുണ്ടെങ്കിൽ ഇത്തരം കള്ളങ്ങളാണോ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്? ഈ പറയുന്ന സന്ദീപ് വാര്യർ നിങ്ങൾ രംഗത്ത് വരൂ. അതെ, ഞാൻ പറഞ്ഞില്ലേ, സന്ദീപ് വാര്യരോട് നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ആശയപരമായി നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ നിങ്ങൾ പറഞ്ഞോളൂ. ഒരുപക്ഷെ തെക്കിന്റെ കാവിപ്പടയ്ക്ക് വഴിയെ പൊട്ടിക്കാനിരിക്കുന്ന എന്തെങ്കിലും വലിയ ബോംബുണ്ടോ കൈവശം? അങ്ങനെ അവരുടെ അടുത്തുണ്ടെങ്കിൽ അവർ പുറത്തു വിടണ്ടേ? അത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബോംബ് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവരത് പുറത്തു വിടണ്ടേ? ഒന്നാമത്തെ കാര്യം, ഈ പെണ്ണ് വിഷയം എന്നൊക്കെ പറയുന്നത് ഉഭയസമ്മത പ്രകാരം ആർക്കും ഏത് പെണ്ണുമായിട്ടും എന്ത് ബന്ധത്തിലും ഏർപ്പെടാം. അതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല, അതിൽ നാണിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നതിന് തെളിവില്ല, എവിടെയാണ് സംഭവം എന്നതിന് തെളിവില്ല, എന്താണ് എന്നതിനെ പറ്റി വ്യക്തമായ വിവരങ്ങൾ ആർക്കും നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഈ പറയുന്ന നേതാക്കന്മാർക്കിടയിൽ ഇപ്പോൾ BJPയുടെ പൊളിറ്റിക്സിലേക്ക് കടന്നു കയറി വന്ന പരാതികളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അത് വേറൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ മര്യാദയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അതിന്റെ മര്യാദ അവിടെ പാലിക്കും. നമുക്കിപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തതെല്ലാം ശരിയാണ്, സന്ദീപ് വാര്യർ പരിപൂർണമായും ഒരു തെറ്റും ചെയ്യാത്ത ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സന്ദീപ് വാര്യർ മനുഷ്യനാണ്, മനുഷ്യന് പറ്റുന്ന തെറ്റുകളൊക്കെ അദ്ദേഹത്തിന് മനുഷ്യ സഹജമായി പറ്റാം, എനിക്ക് തെറ്റുക പറ്റില്ലേ? പക്ഷേ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നതുകൊണ്ട് അത് രാഷ്ട്രീയം പറഞ്ഞു തന്നെ നേരിടണം. ഇത്തരപോലുള്ള കുടുംബത്തെ വലിച്ചിടരുത്. ഇക്കിളിക്കഥകളൊക്കെ പ്രചരിപ്പിച്ച്, അതും കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിച്ച് കൃത്യമായ വസ്തുതയോ തെളിവുകളോ ഒന്നും ഹാജരാക്കാൻ പറ്റാതെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ വല്ലാത്ത രീതിയിൽ വൃത്തികേടാക്കും. അത് പിന്നീട് ഒരു മാതൃകയായിട്ട് പല ആളുകളും പിന്തുടരുകയൊക്കെ ചെയ്യും. അതൊക്കെ വളരെ മോശമാണ്. എന്തായാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. സന്ദീപ് വാര്യർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തായാലും ഇത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നോ? അല്ല, അതിനെതിരെ പ്രതികരണവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ഭാര്യ ഒരു കേസ് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംഭവം, ഈ പറയുന്ന അഡ്മിനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഇവർ ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല, തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആശയപരമായി പറയുക. ആർക്കെതിരെയും പറയാനുണ്ടെങ്കിൽ ആശയപരമായി പറയുക. അല്ലാത്ത വൃത്തികെട്ട പൊളിറ്റിക്സ് ഒഴിവാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലത്. സ്നേഹം പടരട്ടെ.